പാലക്കാട് വാണിയംകുളത്ത് ഫേസ്ബുക്കിൽ കമന്റിട്ടതിന് യുവാവിനെ മർദ്ദിച്ച 3 ഡിവൈഎഫ്ഐ നേതാക്കൾ പിടിയിൽ. പനയൂർ സ്വദേശി ബിനേഷിനെയാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിനിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിനേഷിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഡിവൈഎഫ്ഐ നടത്തുന്ന പഞ്ചഗുസ്തി മത്സരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. ഇത്തരം പരിപാടികൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരമെന്ന് ചോദിച്ച് പനയൂർ സ്വദേശിയും ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവുമായ വിനേഷ് പോസ്റ്റിനു താഴെ കമന്റിട്ടു. ഇതിൽ പ്രകോപിതരായാണ് ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘം വിനേഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. വാണിയംകുളം ചന്തയ്ക്ക് സമീപത്ത് വെച്ച് ആദ്യം മർദ്ദിച്ചു. പിന്നീട് പനയൂരിൽ വെച്ച് തലയ്ക്കുൾപ്പെടെ അടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിനേഷിനെ വീട്ടുമുറ്റത്തു നിന്നാണ് ബന്ധുക്കൾ കണ്ടെത്തുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്ന് വിനേഷ് ബന്ധുക്കളോട് പറഞ്ഞു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനത്തറ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ സുർജിത്ത്, കിരൺ എന്നിവർ കോഴിക്കോട് വെച്ച് പോലീസിന്റെ പിടിയിലായി. ആക്രമണം നേരിട്ട വിനീഷിന്റേത് പാർട്ടി കുടുംബമാണെന്നും സംഭവം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും CPM ഏരിയ സെക്രട്ടറി പറഞ്ഞു. വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അതിന് മറുപടി പറയാമെന്നപ്പോൾ പറയാൻ വേണ്ടിയുള്ളൂ. മാത്രമല്ല അന്വേഷിച്ച ശേഷം നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. എന്താണ് അതിന്റെ മെറിറ്റ് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ പാർട്ടി. ആക്രമണം നടന്ന വാണിയംകുളത്തും പനയൂരും പോലീസ് പരിശോധന നടത്തി. പ്രദേശത്തെ ബാറിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ വിനേഷിനെ നേരത്തെ ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ CPMവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1 പാലക്കാട്.